ടോർക്ക് ആക്ടിങ് ഓൺ ഹെഡിങ് എഴുതിക്കോളൂ. ടോർക്ക് ആക്ടിങ് ഓൺ, വളരെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. ടോർക്ക് ആക്ടിങ് ഓൺ ടോർക്ക് ആക്ടിങ് ഓൺ എ current carrying torque acting on a current carrying rectangular loop placed in magnetic field. Placed in magnetic field. Placed in magnetic field. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ അല്ലെങ്കിൽ വേണ്ട, ടോർക്ക് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്, ടോർക്ക് എന്ന് പറഞ്ഞാൽ സിംപ്ലി റൊട്ടേഷണൽ മോഷനിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടോർക്ക് എന്ന് പറയുന്നത്. അതായത് റൊട്ടേഷണൽ മോഷനിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഇപ്പം സിംപ്ലി ഞാൻ ഒരു കാര്യം പറയാം. അഭിരാമ എൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ്, ഞാൻ അഭിരാമനെ ഇങ്ങനെ പിടിച്ച് തള്ളുകയാണ്. അഭിരാമനെ ഞാൻ ഇങ്ങനെ പിടിച്ച് തള്ളുന്ന സമയത്ത് അഭിരാം എങ്ങോട്ടായിരിക്കും പോകുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. അതിനെ ലീനിയർ ഫോഴ്സ് എന്നാണ് പറയുന്നത്, ഇല്ലേ, ലീനിയർ ഫോഴ്സ് ആണ്. എന്നാൽ അഭിരാമിനെ ഞാൻ കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറക്കുവാണെങ്കിൽ അവിടെയും ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് പറയും, ടോർക്ക് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ എന്താണ്, ലീനിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ, ഞാൻ കാറ് തള്ളുക, അതൊരു ലീനിയർ ഫോഴ്സ് ആണ്. ഞാൻ കാറ് തള്ളുന്നു, അത് ഒരു ലീനിയർ ഫോഴ്സ് ആണ്. എന്നാൽ ഞാൻ ഒരു എന്താണ്, ഒരു ഒബ്ജക്റ്റിനെ ഞാനാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ എന്താ, നമ്മൾ അഭിരാമിനെ ഞാൻ ലീനിയർലി പിടിച്ച് തള്ളുകയാണ്. അഭിരാം അവിടെ നിൽക്കുന്നു, ഞാൻ അഭിരാമിനെ പിടിച്ച് തള്ളുന്നു. അഭിരാം നേരെ എന്ത് ചെയ്യുന്നു, ഞാൻ ഫോഴ്സ് കൊടുത്ത ഡയറക്ഷനിൽ തന്നെ പോയി വീഴുവാണെങ്കിൽ അതൊരു ലീനിയർ ഫോഴ്സ് ആയിരിക്കും ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ അഭിരാമിൻ്റെ കയ്യെ പിടിച്ച് ഞാൻ ഇങ്ങനെ വട്ടത്തിൽ കറക്കുവാണെങ്കിൽ അവിടെ ഒരു റൊട്ടേഷണൽ ഫോഴ്സ് ആണ് ഉണ്ടാകുന്നത്. ആ റൊട്ടേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കറങ്ങുന്ന ഒബ്ജക്റ്റുകൾക്കെല്ലാം എന്തുണ്ടെന്നറിയാമോ, ടോർക്കുണ്ട്. കറങ്ങുന്ന ഒബ്ജക്റ്റുകൾക്ക് എല്ലാം എന്തുണ്ട്, ടോർക്കുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഫാൻ്റെ സ്വിച്ച് ഇട്ട് ഫാൻ കറങ്ങി, ഫാനിന് ടോർക്കുണ്ട്. ഭൂമി സൂര്യന് ചുറ്റിനും കറങ്ങുന്നു, ഭൂമിക്ക് ഒരു ടോർക്കുണ്ട്. ഭൂമിക്ക് ചുറ്റിനും മൂൺ കറങ്ങുന്നു, മൂണിനും ഭൂമിയും തമ്മിലൊരു ടോർക്കുണ്ട്. അപ്പം ആ ടോർക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് പറയുന്നത്. അവിടെ നിൽക്കുന്നത്, അതെല്ലാം ഇവിടെ നിൽക്കട്ടെ. നമ്മൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു റൊട്ടേഷണൽ മോഷനിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ ജനറലി ടോർക്ക് എന്നാണ് പറയുന്നത്. നമ്മൾ അനീറ്റ ഒന്ന് പറയാൻ പറ്റുമോ, ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? അനീറ്റ ഉണ്ടോ ഇവിടെ? അതായത് അതെങ്ങനെയാ വരുന്നത്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റയാണ്. പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഈ ഇലക്ട്രിക് ഫീൽഡ്, തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എന്താ, ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ. ഇവിടെ നമ്മൾ ഈ ടോർക്കിന്റെ ഇക്വേഷൻ തന്നെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ടോർക്കിന്റെ ഇക്വേഷൻ എന്ത് വരുമെന്ന് അറിയാമോ? പിക്ക് പകരം അനീറ്റ തന്നെ പറഞ്ഞോ, അനീറ്റ നമ്മൾ പിക്ക് പകരം പി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണെങ്കിൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും നമ്മൾ എടുക്കുക? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, എന്തായിരുന്നു? പിക്ക് പകരം എന്ത് ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്, ഓർക്കുന്നുണ്ടോ? എം ആണ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്, ആണോ അനീറ്റ? ഓക്കെ. അതേപോലെ തന്നെ ഇക്ക് പകരം നമുക്ക് ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, മാഗ്നറ്റിസിറ്റി വരുമ്പോൾ എന്ത് വരും, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വരും. ബാക്കി എന്താ, സൈൻ തീറ്റ എന്ന് വരും. അതായത് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. ഓൾറെഡി ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിസത്തിലെ മാഗ്നറ്റിക് ഫീൽഡും ഒരേ വഞ്ചിയിലെ രണ്ട് യാത്രക്കാരാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കൺസെപ്റ്റ് ആണ് എല്ലാത്തിനും. അവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അവിടെ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്. അവിടെ എന്താണ് പെർമിയബിലിറ്റി, ഇവിടെ എന്താണ് പെർമിറ്റിവിറ്റി. അങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, നമ്മളൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യാൻ പോവാണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ഒരു പ്ലസ് ക്യൂ മൈനസ് ക്യൂ, ഇത് വരയ്ക്കല്ലേ, ഞാൻ പറഞ്ഞിട്ട് വരയ്ക്കാവൂ. പ്ലസ് ക്യൂ മൈനസ് ക്യൂ
പ്ലസ് ക്യൂ മൈനസ് ക്യൂ. ഇതായിരുന്നു നമ്മുടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂയിലോട്ട് എന്ത് വരുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇല്ലേ? ഇതേപോലെ തന്നെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു നോർത്ത് പോള് ഒരു സൗത്ത് പോള്, ഒരു നോർത്ത് പോള് ഒരു സൗത്ത് പോള്, ഒരു നോർത്ത് പോള് ഒരു സൗത്ത് പോള്, ഒരു നോർത്ത് പോള് ഒരു സൗത്ത് പോള്. ഇതിനകത്ത് ഞാൻ ഇതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്? നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് ഞാനിങ്ങനെ വരച്ചു. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ഞാൻ എന്ത് കൺസിഡർ ചെയ്യാൻ പോകുന്നറിയോ? ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് കൺസിഡർ ചെയ്യാൻ പോവാം. ഞാൻ റെക്റ്റാങ്കുലർ ലൂപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കട്ടെ, നമുക്ക് ഷട്ടിൽ ബാറ്റ് എടുക്കാം. എന്താണ് റെക്റ്റാങ്കുലർ ലൂപ്പായിട്ട് ഇത് എന്താണ് സർക്കുലർ ആണ്, എന്നാലും നമുക്ക് വേണമെങ്കിൽ ഇതിനെ റെക്റ്റാങ്കുലർ ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഇങ്ങനെയും ഇങ്ങനെയും ഇങ്ങനെ കണ്ടോ, ഇതൊരു റെക്റ്റാങ്കുലർ ലൂപ്പായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇതിനെ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് വെക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഇക്വേഷനാണ് നേരത്തെ എഴുതിയ ടോർക്ക് ടോ ഈക്വൽ ടു mv sin θ. അത് ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിൽ കൊണ്ട് എന്ത് വെച്ചു? നമ്മളൊരു റെക്റ്റാങ്കുലർ എന്ത് വെച്ചു? ഒരു ലൂപ്പ് വെച്ചു, റെക്റ്റാങ്കുലർ ലൂപ്പ് വെച്ചു. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ആ റെക്റ്റാങ്കുലർ ലൂപ്പ് ഇതിനകത്ത് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മൾ ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു, നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? സിമ്പിളായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ പഠിച്ചായിരുന്നു. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ആരോടാ ചോദിക്കും? നന്ദിത പറയാമോ? നന്ദിത ഇവിടെ ഉണ്ടോ? അനീറ്റ പറഞ്ഞേ. അനീറ്റ കേൾക്കാമോ? ഓക്കെ, അപ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ വേണ്ട ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ? ഇന്നലെ പഠിപ്പിച്ചതാ. അതല്ല ഒരു ലെങ്ത്, അത് ഓക്കെയാണ്. അതല്ലാതെ നമ്മള് വേറൊരു എൽ ലെങ്ത് ഉള്ള കണ്ടക്ടറിന് വേണ്ട ആക്ട് ചെയ്യുന്ന ഫോഴ്സ് BIL sin θ. ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൽ ലെങ്തിലുള്ള കണ്ടക്ടറിനകത്തോട് ഒരു കറണ്ട് കടത്തി വിട്ടിട്ട് അതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. അതായത് നമ്മൾ I എന്ന് പറയുന്ന കറണ്ട് ഇതുവഴി കടത്തി വിട്ടു, IB എന്ന് പറയുന്ന കറണ്ട് ഇതുവഴി കടത്തി വിട്ടു. രണ്ടും അടുത്തടുത്ത് വെച്ചിരിക്കുന്നെങ്കിൽ ഐയുടെ മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് IB ഇരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഐയുടെ ഒരു ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യും. ഫോഴ്സ് ഓൺ നമ്മൾ ഇന്നലെ പഠിച്ചല്ലേ? ഫോഴ്സ് ഓൺ B/Aയും ഫോഴ്സ് ഓൺ A/Bയും പഠിച്ചാണോ? അനീറ്റ പഠിച്ചാണോ? ഓക്കെ, അപ്പൊ അത് ബിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പടം വരയ്ക്കുമ്പോൾ ഞാൻ 3 ഡയമെൻഷനൽ ആയിട്ടൂടെ കാണിച്ചു തരാമേ. 3 ഡയമെൻഷനൽ ആയിട്ടൂടെ ഇത് നിങ്ങളൊരു കാര്യം ഈ ഡയഗ്രാം അങ്ങോട്ട് വരച്ചോ. ഡയഗ്രാം വരച്ചിട്ട് ഇതിന് ഫ്രണ്ട് വ്യൂ എന്ന് കൊടുത്തേരെ. ഫ്രണ്ട് വ്യൂ സ്കൂളിൽ തരുമ്പം ഈ ഒരു ഒറ്റ പടമേ തരത്തുള്ളൂ. ഞാൻ ഇതിന്റെ 3 പടം തരാം. 3 പടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഈ പടം നിങ്ങൾ അങ്ങ് വരച്ചു. എന്നിട്ട് നെയിം ചെയ്യുക. ഈ ലൂപ്പിന്റെ 4 വെർട്ടെക്സിനെ നമുക്ക് ABCD എന്ന് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. എന്നിട്ട് ഈ റെക്റ്റാങ്കുലർ ലൂപ്പിന്റെ ലെങ്തിനെ നമുക്ക് എല്ലായിട്ട് എടുക്കാം. ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇതാണ് ലെങ്ത് പാർട്ട്. റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതാണ്. അതിനെ നമുക്ക് എല്ലായിട്ട് എടുക്കാം. ഇനി റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഈ പാർട്ടും അതേപോലെ ഈ പാർട്ടുമാണ്. ആ പാർട്ട് കംപ്ലീറ്റ് ഇല്ല. അപ്പോൾ മുകളിലത്തെ പാർട്ട് നോക്കാം. റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്താണ്? ബ്രെഡ്ത്ത് എന്താണ്? സ്മോൾ ലെറ്റർ B ആയിട്ട് എടുക്കാം. ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് ഇവിടെ ഇതിപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് 2 സെഷനായിട്ടാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. അതിൽ കേസ് 1 ആണ് ഇത്. അപ്പം ഇതിന്റെ സൈഡിൽ കേസ് 1 എന്നും കൂടെ ഒന്ന് കൊടുത്തേക്കണേ. കേസ് 1 എന്നും കൂടെ കൊടുത്തേക്കണം. ആ കേസ് 1 എന്ന് കൊടുത്തിട്ട് അതിനെ വേണമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വേണമെങ്കിൽ എഴുതിക്കോ. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ദ plane of uniform magnetic field is in the plane of rectangular coil എന്ന് കൊടുക്കുക. rectangular coil എന്ന് കൊടുക്കുക. ഓർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. B അതായത് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്റ്റർ ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ് വേണേൽ ബ്രാക്കറ്റിലും കൊടുക്കാം.
മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ബ്രാക്കറ്റിലും കൊടുക്കാം, പെർപെൻഡിക്കുലർ. ഇതാണ് കേസ് 1. കേസ് 1 എന്ന് അതിൻ്റെ താഴെ വേണേൽ ഈ പടം വരയ്ക്കാനേ. ഷാരോൺ ഇവിടെ ഉണ്ടോ? ഷാരോൺ കേൾക്കാമോ? ഷാരോൺ ഇവിടെ ഉണ്ടോ? ഷാരോൺ റെസ്പോണ്ട് ചെയ്യണേ. ഷാരോണോ ലോവിസോ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്താല്. ലോവിസ് ഉണ്ടോ ഇവിടെ? ഇവിടെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ പറയണം കേട്ടോ. നന്ദിത ഉണ്ടോ? നന്ദിത കേൾക്കാമോ? നന്ദിത ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. നന്ദിത കേൾക്കാമോ? ശ്വേത കേൾക്കാമോ? കേൾക്കാം സർ. ഓക്കെ, ഷാരോൺ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഷാരോൺ ഓക്കെ. ലോവിസ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ലോവിസ് ഓക്കെ. എൽവിന ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എൽവിന ഇവിടെ ഉണ്ടോ? ഓക്കെ. ക്രിസ്റ്റ, ഏഞ്ചലിന, അഭിരാം ഒന്ന് റെസ്പോണ്ട് ചെയ്തേ മോനെ. അഭിരാം. അനുഗ്രഹം ഓക്കെ ആണോ? ഏഞ്ചലിന ഇവിടെ ഉണ്ടോ? ഏഞ്ചലിന കേൾക്കാമോ? ഓക്കെ. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ എല്ലാവരോടും ചോദിച്ചത് കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഇതങ്ങ് പഠിപ്പിച്ച് പോവാണ്. അപ്പോൾ നമ്മൾ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ടോർക്ക് ആക്ടിംഗ് ഓൺ എ കറണ്ട് ക്യാരിയിങ് റെക്ടാങ്കുലർ ലൂപ്പ് പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതിൻ്റെ കേസ് 1 ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേസ് 1ൻ്റെ പ്രത്യേകത എന്താ? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് റെക്ടാങ്കുലർ കോയിൽ. സിമ്പിളായിട്ട് പറയാം. അതായത് ഞാൻ ഇവിടെ ഇത് നിങ്ങൾക്ക് പടമൊന്നും വരയ്ക്കണം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഞാനൊരു ക്യൂബ് വരയ്ക്കുകയാണ്. നോക്കിയോ, ഞാനൊരു ക്യൂബ് വരയ്ക്കുകയാണ്. ഇത് നമ്മുടെ ക്യൂബാണ്. 3 ഡയമെൻഷനിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ ക്യൂബ് വരയ്ക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ റെക്റ്റാങ്കുലർ ലൂപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യൂബിൻ്റെ 3 ഡയമെൻഷണൽ ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഈ സൈഡ് എന്തായിട്ട് എടുക്കാൻ പോവാം? ഈ സൈഡ് നോർത്ത് പോളും ഈ സൈഡ് സൗത്ത് പോളും ആയിട്ട് എടുക്കാൻ പോവാണ്. അപ്പം ഒബ്വിയസ്ലി നമുക്കറിയാം സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും നമ്മൾ ഈ വരച്ച മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. ഓക്കെ, ഞാൻ റെക്റ്റാങ്കുലർ ലൂപ്പിനെ ഇതിനകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? അതായത് അതുകൊണ്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ പ്ലെയിനിൽ തന്നെ, ആ ഇതിരിക്കുന്ന പ്ലെയിനിൽ തന്നെയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ ഇതിപ്പം നമ്മളിപ്പോൾ ഈ ആദ്യം വരച്ചിരിക്കുന്ന പടം ഫ്രണ്ട് വ്യൂ ആണ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വേണ്ട ഈ എന്താണ് നമ്മുടെ ഷട്ടിൽ ബാറ്റിനെ റെക്റ്റാങ്കുലർ ലൂപ്പായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഷട്ടിൽ ബാറ്റിൻ്റെ ഞാൻ നോക്കുന്ന ഫേസ് ഷട്ടിൽ ബാറ്റിൻ്റെ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ വാച്ച് ചെയ്യുന്നത്. എന്നാൽ ഇതിനെ ഞാൻ ഇങ്ങനെ എണീറ്റ് ചെയ്യുന്ന ടോപ്പ് വ്യൂ ഇങ്ങനെ നോക്കിയാലോ, ഇങ്ങനെയുള്ള സാധനമാണ്. അല്ലെങ്കിൽ ടോപ്പ് വ്യൂ നോക്കുന്നതാണ് ടോപ്പ് വ്യൂ. അതും ഞാൻ ഇവിടോട്ട് വരയ്ക്കാൻ പോവാണ്. നോക്കിക്കോളൂ, ടോപ്പ് വ്യൂ അതും കൂടെ നമുക്ക് നോക്കാം. മോളിൽ നോക്കുമ്പോൾ നമുക്ക് ഏത് ഭാഗം മാത്രമേ കാണത്തുള്ളൂ എന്നറിയാമോ? മോളിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ടോപ്പ് ഭാഗം മാത്രമേ കാണത്തുള്ളൂ. അതായത് ബിയും സിയും മാത്രമേ കാണത്തുള്ളൂ ടോപ്പ് വ്യൂ നോക്കുന്ന സമയത്ത്. കണ്ടോ, ഇത് മാത്രമേ കാണത്തുള്ളൂ. ഇതിൻ്റെ ബ്രെഡ് ഇത് നോർത്ത് പോൾ ഇവിടെ, സൗത്ത് പോൾ ഇവിടെ. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബി സി ഇച്ചിരി കട്ടിക്ക് അങ്ങ് വരയ്ക്കുകയാണ്. നിങ്ങളും ഇച്ചിരി ഡാർക്കൻ ചെയ്ത് വരച്ചേക്കുക, കാരണം അല്ലേ മനസ്സിലാകത്തില്ലല്ലോ. ഇത് ടോപ്പ് വ്യൂ ആണേ, ടോപ്പ് വ്യൂ. ഇത് ടോപ്പ് വ്യൂവിൽ നിങ്ങൾക്ക് ബി സി മാത്രമേ കാണത്തുള്ളൂ. ആണോ? ഷാരോണ് കൺസെപ്റ്റ് എത്തിയോ? ഷാരോണും ലോവിസിനും കൺസെപ്റ്റ് എത്തിയോ? ഷാരോൺ, ലോവിസ്, ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്നലെ പഠിച്ചു മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് നമ്മൾ എന്താ കൊണ്ട് വെച്ചിരിക്കുന്നത്? നമ്മൾ ഒരു കറണ്ട് ക്യാരിങ് റെക്റ്റാങ്കുലർ ലൂപ്പ്. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ കൂടെ ഒന്ന് കാണിക്കാമേ. കറണ്ടിൻ്റെ ഡയറക്ഷൻ തന്നെ ഇങ്ങനെയാണ്. ഇങ്ങനെ കയറി പോയിട്ട് ഇങ്ങനെ വന്നിട്ട് തിരിച്ചിങ്ങനെ ഇറങ്ങി പോവാം. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തായാലും മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് നമ്മളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അല്ലാതെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യും? ഇത് രണ്ടും ഇൻട്രാക്ട് ചെയ്യും. അതുമൂലം അതിലൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ,
അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നമുക്ക് എന്താണ് മാഗ്നറ്റിക് ഫീൽഡിനകത്ത് വെച്ചിരിക്കുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു ലോ നമ്മൾ ഇന്നലെ പഠിപ്പിച്ചായിരുന്നു, റൂള് എന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഇല്ലേ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നോക്കിയേ, നിങ്ങൾ കറണ്ട് എങ്ങോട്ടാ, കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? മുകളിലോട്ട്. അപ്പം നിങ്ങളുടെ എന്താണ്, നമുക്കറിയാം നമ്മുടെ ഫാദർ മദർ ചൈൽഡ് എന്ന് നമ്മൾ പഠിപ്പിച്ചു ഇല്ലേ? ഫാദർ മദർ ചൈൽഡ്. അപ്പം നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ആ എ ബി എന്ന് പറയുന്ന ലൂപ്പിൽ കറണ്ട് എങ്ങനെയാണ് പോകുന്നത്? കറണ്ട് മുകളിലോട്ടാണ് പോകുന്നത്. അതായത് കറണ്ട് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കണം ഇല്ലേ? എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്, അപ്പോൾ തന്നെ ഇങ്ങനെ പിടിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തള്ളവിരൽ അങ്ങോട്ടാണ് പോകുന്നത്. ശരിക്കും ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബി എന്ന് പറയുന്നത്, അതായത് എ ബി എന്ന് പറയുന്ന ഭാഗത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതായിരിക്കും. അതായത് ഫോഴ്സ് ഓൺ എ ബി ഈ ഡയറക്ഷനായിരിക്കും. ഇവിടെ വരയ്ക്കുവാണെങ്കിൽ ആ ഫോഴ്സ് ഓൺ എ ബി എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ തേണ്ട ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് കണ്ടോ, ഇതായിരിക്കും എഫ് എ ബി. മനസ്സിലാത്തവരാരും ഉണ്ട് ചോദിക്കണം. മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾ തന്നെ പിടിച്ചു നോക്കിയോ, നിങ്ങളുടെ ഫ്രണ്ടിലായിട്ട് എന്ത് കൺസിഡർ ചെയ്യുക? ഒരു പേന കൊണ്ട് വെക്കുക, അത് ആ റെക്ടാങ്കുലർ ലൂപ്പിന്റെ എ ബി ആണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നിങ്ങളുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. അപ്പോൾ നിങ്ങളുടെ ചൂണ്ടുവിരൽ അങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് കറണ്ട് മുകളിലോട്ടായതുകൊണ്ട് ചൂണ്ടുവിരലൊന്ന് ചരിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ മിഡിൽ ഫിംഗർ മുകളിലോട്ട് പിടിക്കുക. എന്നിട്ട് നമ്മുടെ തമ്പ് നേരെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നിങ്ങളുടെ കണ്ണിന്റെ അവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ. ആണോ? എൽവിനെ നോക്കിയോ? അല്ലെങ്കിൽ പോട്ടെ, ആരാ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത്? അനീറ്റ നോക്കിയോ? അനീറ്റ, അങ്ങനെ തന്നെയാണോ വരുന്നത്? ഓക്കെ, ഇനിയും നോക്കിയോ, ഇപ്പുറത്തെ നോക്കാം. ഇതിങ്ങനെ കറങ്ങി കറണ്ട് ഇങ്ങനെ പോയിട്ട് സിയിൽ നിന്ന് ഡിയിലേക്കാണ് വരുന്നത്. സിയിൽ നിന്ന് ഡിയിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സിയിൽ നിന്ന് ഡിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ് ഇതെന്ന് നോക്കിയേ. അതായത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നോക്കിയാൽ മതി. നിങ്ങളുടെ പേന നേരെ തിരിച്ചു പിടിക്കുമ്പോൾ നിബ് താഴോട്ട് പിടിക്കുക. അതായത് നിബിന്റെ ഭാഗമാണ് ഡി. അപ്പോൾ സിയിൽ നിന്ന് ഡിയിലോട്ട് വരിക. ഓക്കെ, ഇനിയും നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്ന ഡയറക്ഷനിലോട്ട് വിരൽ പിടിക്കാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ പിടിച്ചാൽ മതി. എന്നിട്ട് കറണ്ട് താഴോട്ടായതുകൊണ്ട് മിഡിൽ ഫിംഗർ താഴോട്ട്. പിന്നെ നിങ്ങളുടെ തള്ളവിരൽ എങ്ങോട്ടാണോ പിടിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ തള്ളവിരൽ പോയിന്റ് ചെയ്യുന്നത് നിങ്ങളെ നോക്കിയായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി ഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. ഇതാണ് ഫോഴ്സ് ഓൺ സി ഡിയുടെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ട്. അതായത് ഇവിടെ ടോപ്പ് വ്യൂ വരയ്ക്കുന്ന സമയത്ത് സി ഡി പോകുന്നത് ഇങ്ങനെ കൃത്യം പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് എഫ് സി ഡി ഇങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. ഡൗട്ട് ഉണ്ടായി ചോദിക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യത്തെ കേസ് പറയുന്നത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് റെക്ടാങ്കുലർ കോയിൽ. അതായത് ഇപ്പം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പം നോർത്ത് സൗത്ത് 3 ഡയമെൻഷൻ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇതിന്റെ സെയിം പ്ലെയിനിൽ തന്നെയാണ് നമ്മുടെ റെക്ടാങ്കുലർ ലൂപ്പ് ഇരിക്കുന്നത്. രണ്ട് രീതി പറയുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ ഇതിന്റെ ഏരിയ വെക്ടർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഏരിയ വെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു സർഫസ് ആണ്. ഇതിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ അഭിരാമേ? എന്ന് പറഞ്ഞു അഭിരാമേ, ഈ സർഫസിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ, അതായത് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? ഇങ്ങോട്ടാണോ? അതെ സർ. ഓക്കെ, ശരി. ഓക്കെ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതായത് നോക്കിയോ, ഞാൻ ഇവിടെ ഒരു റെക്ടാങ്കുലർ നമ്മുടെ റെക്ടാങ്കുലർ കറണ്ട് ക്യാരിങ് 3 ഡയമെൻഷനായിട്ട് കൺസിഡർ ചെയ്യണം. ഒരു റെക്ടാങ്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പ് വെച്ചിട്ട് നോർത്ത് പോൾ ഈ സൈഡ്, സൗത്ത് പോൾ ഈ സൈഡ്, നോർത്ത് പോൾ ഈ സൈഡ്, സൗത്ത് പോൾ ഈ സൈഡ്, നോർത്ത് പോൾ ഈ സൈഡ്, സൗത്ത് പോൾ ഈ സൈഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അതേ പ്ലെയിനിൽ തന്നെയാണ് ആരിയിരിക്കുന്നത്? ഈ ലൂപ്പ്, റെക്ടാങ്കുലർ ലൂപ്പ് ഇരിക്കുന്നത്. രണ്ടാമത്തെ രീതി പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, എന്നാൽ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ. ഈ കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ കേസ് 1 എന്ന് പറഞ്ഞ് എഴുതിയത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡെബ്രിയ എവിടെ ഉണ്ടോ? ഡെബ്രിയ. ഓക്കെ, ഇത് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. എവിടാ പറയേണ്ടതെന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം. അണ്ടർസ്റ്റുഡ്. ഓക്കെ, അപ്പം ബാക്കി ആർക്കെങ്കിലും, നന്ദിതയ്ക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ലോവിസിനോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു എഴുതണേ. ടോപ്പ് വ്യൂ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഡെറിവേഷനിലേക്ക് പോകാം. ഈ പടവും ഈ ഇതും കൂടെ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഷാരോൺ ഓക്കെ ആണോ മോനെ? ഷാരോൺ ഏരിയ വെക്ടർ
അതെ. ഓക്കെ, അതായത് നമ്മളിപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളത് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരുന്നോണ്ടായിരിക്കും ചിലപ്പം മനസ്സിലാവാത്തത്. അതായത് ഏരിയ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിക്കും. അപ്പോൾ ഏരിയ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഏരിയക്ക് ഇതുവരെ ഞങ്ങൾ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ലേ പഠിച്ചുള്ളൂ, ഡയറക്ഷൻ ഒന്നും ഇല്ലല്ലോ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാൽ ഏരിയയ്ക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്. അത് എപ്പോഴും ഏത് സർഫസിന്റെ ഏരിയ ആണോ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ആ സർഫസിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഏരിയ ഡയറക്ഷൻ എന്ന് പഠിക്കുക. അപ്പോൾ ഇപ്പോൾ സിമ്പിളി പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഫോണാണ്. ഈ ഫോണിന്റെ ഈ ഫ്രണ്ട് സർഫസിലെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഈ ഫ്രണ്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടേക്കായിരിക്കും. ഇനി ഇതിന്റെ ബാക്ക് സർഫസ് ഉണ്ടല്ലോ, ബാക്ക് സർഫസ്, ഇതിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇവിടെ ഒന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിന് ഇങ്ങോട്ടേക്കായിരിക്കും. ഇനി ഇതിനൊരു തിക്നെസ് ഉണ്ടല്ലോ, ഈ സൈഡിന് ഒരു ഏരിയ കാണുമല്ലോ, ആ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ മുകളിൽ ഇവിടെയും ചെറിയൊരു ഏരിയ ഭാഗം ഉണ്ടല്ലോ, അതിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇപ്പം ഇങ്ങനെ വെക്കുന്നെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് ഇങ്ങോട്ടായിരിക്കും. അതായത് എങ്ങനെയാണെങ്കിലും എന്തെടുക്കുവാണെങ്കിലും, അതായത് നിങ്ങൾ ഇപ്പം ഞാൻ ഈ ഷട്ടിൽ ബാറ്റ് കൺസിഡർ ചെയ്തിട്ട് ഈ നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. ഞാൻ കാണുന്ന ഈ ഭാഗത്തിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ ആണോ അഭിരാമേ? അല്ല സോറി, അഭിരാമല്ലോ, ഷാരോൺ. അതായത് ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇപ്പൊ നമ്മുടെ കേസ് എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് നിങ്ങളുടെ റൂമിൽ, ആ റൂമിന്റെ ലെഫ്റ്റ് സൈഡിനെ നോർത്ത് പോൾ ആയിട്ട് എടുക്കുക, റൈറ്റ് സൈഡിനെ സൗത്ത് പോൾ ആയിട്ട് എടുക്കുക. അപ്പം നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുമോ ഷാരോണെ? അപ്പം എന്നിട്ട് അങ്ങനെ കൊണ്ടുവെക്കുമ്പോ നോക്കി, ഇവിടെ ഒന്ന് കൃത്യം മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്നിട്ട് ഇതുവഴി ഇങ്ങനെ കടന്നു പോയിട്ട് ഇങ്ങനെ പോകുന്നത്. അതായത് ഈ റെക്ടാങ്കുലർ ലൂപ്പിന്റെ പ്ലെയിനും ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ശരിക്കും പറഞ്ഞാൽ ഒരേ പ്ലെയിനിലാണ്. ആണോ? ഓക്കെ. വേറെ രീതി പറയുകയാണെങ്കിൽ നോക്കി, ഇതിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇതിന്റെ ഏരിയ ഈ നമ്മളിപ്പോ വെച്ചിരിക്കുന്ന റെക്ടാങ്കുലർ ലൂപ്പിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇവിടുന്ന് അങ്ങോട്ടല്ലേ? ആണോ? പെർപെൻഡിക്കുലർ ആയിട്ട് അങ്ങോട്ട് ആണോ? പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ? അപ്പൊ ആ രീതി പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ അല്ലേ? അപ്പൊ രണ്ട് രീതിയിലും പറയാം. ദിസ് കേസ് റെപ്രസെന്റ്, അതായത് വി ക്യാൻ റെപ്രസെന്റ് ദിസ് കേസ് ഇൻ ടു വേസ്. അതെങ്ങനെയാണെന്നറിയാമോ? വി ക്യാൻ കൺസിഡർ ദിസ് റെക്ടാങ്കുലർ ലൂപ്പിന്റെ പ്ലെയിനും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഇൻ സെയിം പ്ലെയിൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓർ വി ക്യാൻ കൺസിഡർ ദിസ് കേസ് ആസ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷനും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനും ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ ആണ്. ഈ കേസാണ്. ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇവിടെ ഇത് സർക്കുലർ ആണ്, പക്ഷെ റെക്ടാങ്കുലർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു റെക്ടാങ്കിൾ, അതായത് ABCD ഇത് കൺസിഡർ ചെയ്യാം. AB മുകളിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? AB മുകളിലോട്ടാണ് കറണ്ട് പോകുന്നത്. അപ്പം മുകളിലോട്ട് കറണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഫാദർ മദർ ചൈൽഡ് എടുക്കുക. ഫാദർ തള്ളവിരൽ മദർ നമ്മുടെ ചൂണ്ടുവിരൽ, അതേപോലെ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മിഡിൽ ഫിംഗർ ആണ്. അപ്പം കറണ്ട് ഇതേ കൂടെ മുകളിലോട്ടാണ് പോകുന്നത്, മിഡിൽ ഫിംഗർ മുകളിലോട്ട് വെച്ചു. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ് പോകുന്നത്, ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ വെച്ചു. ഇനിയും തള്ളവിരൽ അപ്പം എങ്ങനെയായിരിക്കും? തള്ളവിരൽ നിങ്ങൾ നോക്കിയേ, തള്ളവിരൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. ബൈ ദ സെയിം വേ എന്താണ് ഇതിങ്ങനെ ഈ കറണ്ട് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇവിടുന്ന് താഴോട്ടാണ് വരുന്നത്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് തന്നെ, കറണ്ട് താഴോട്ട് കണ്ടോ, തള്ളവിരൽ എന്നെ നോക്കിയായിരിക്കും വരുന്നത്. കണ്ടോ, തള്ളതന്നെ ഇങ്ങനെ ആയിരിക്കുന്നത്, കണ്ടോ, ഇങ്ങനെ വരും. തള്ളവിരൽ എന്നെ നോക്കിയായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ തമ്പ് നമ്മളെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്കായിരിക്കും വരുന്നത്. അതായത് ഇത് ഇങ്ങനെ കറങ്ങും. അതായത് ഇത് ഇങ്ങോട്ടും കറങ്ങും, ഇത് ഇങ്ങനെയും കറങ്ങും. അപ്പോൾ ഇവിടെ കറക്കമാണ് ഉണ്ടായത്. കറക്കം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കിന്റെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ ഷാരുണ്ട്? ഓക്കെ, നോക്കിക്കോളൂ. അപ്പം നമ്മൾ ഈ രണ്ട് പടം അതിനുവേണ്ടിയാണ് ടോപ്പ് വ്യൂവും സൈഡ് വ്യൂവും ഒക്കെ വെച്ച് വരച്ചത്. ഇനി നമ്മൾ ചെയ്യാന്ന് പറയുമോ, ഓരോ ആംസിലും, അതായത് ഈ റെക്ടാങ്കുലർ ലൂപ്പിന് 4 ആമുണ്ട്. AB ഉണ്ട്, BC ഉണ്ട്, CD ഉണ്ട്, DA ഉണ്ട്. ഇതിൽ ഓരോന്നും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. അപ്പം അത് നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഫോഴ്സ് ഓൺ AB എന്ന് പറയുന്ന സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അതിനെ നമുക്ക് FAB എന്ന് എടുക്കാം. FAB കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ എന്താ? BIL സൈൻ തീറ്റ ആണ്. തീറ്റ എന്തിന്റെ ഇടയ്ക്കുള്ള ആംഗിളാ? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ B ആൻഡ് L. നോക്കാം നമുക്ക്. ഷാരോൺ തന്നെ പറഞ്ഞു, ബിയുടെ ഡയറക്ഷനും എല്ലിന്റെ ഡയറക്ഷനും എങ്ങനെയാണ്? ഇവിടെ L എങ്ങനെയാണ് എടുത്തത് മോനെ ഷാരോൺ?
എൽ എയിൽ നിന്ന് ബിയിലോട്ട് ഇങ്ങനെ ആണോ, ഇങ്ങനെയാണോ എടുത്തത് ലെങ്ത്? ആണോ ഷാരോണെ? സർ. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഇങ്ങനെയല്ലേ പോകുന്നത്, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്? സർ. ഇതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ലേ? അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തീറ്റ നമുക്ക് ഇവിടെ എന്തായിട്ട് എടുക്കാം, 90 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇവിടെ ഹിയർ ദെയർഫോർ അല്ലെങ്കിൽ ഹിയർ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. സൈൻ 90 എന്ന് പറയുന്നത് എന്താണ്? സൈൻ 90 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് എ ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? എഫ് എ ബി ഈസ് ഈക്വൽ ടു ബി ഐ എൽ ഇൻറ്റു 1 എന്ന് കിട്ടും. എഫ് എ ബി ഈസ് ഈക്വൽ ടു ബി ഐ എൽ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം. ഡെബ്രിയ ഓക്കെ ആണോ? ഡെബ്രിയ So how's theta 90? ഓക്കെ, നോക്കിയോ തീറ്റ 90 നമുക്കറിയാം. നിങ്ങൾ ഇപ്പം ഡെബ്രിയ റൂമിലായിരിക്കുമല്ലോ ഇരിക്കുന്നത്, ഡെബ്രിയ റൂമിലല്ലേ ഇരിക്കുന്നത് ആണോ? Yes sir. ഡെബ്രിയയുടെ ലെഫ്റ്റ് സൈഡിലെ ഭിത്തി, അതായത് വോള് നോർത്ത് പോള്, റൈറ്റ് സൈഡിലെ ഭിത്തി സൗത്ത് പോൾ. ഓക്കെ, Yes sir. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം യുവർ ലെഫ്റ്റ് വോൾ ടു റൈറ്റ് വോൾ ആണോ? Yes sir. യു കൺസിഡർ യുവർ പെൻ ലൈക്ക് ദിസ്. ഇങ്ങനെ വെക്കുക. ദിസ് പെൻ ഈസ് ദ എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അതായത് അങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് എ ബി ആയിട്ട് കൺസിഡർ ചെയ്തേ. ഇത് റെക്ടാങ്കുലർ ലൂപ്പിന്റെ എ ബി ആയിട്ട് കൺസിഡർ ചെയ്തോ. Okay. And you place your pen like this, and magnetic field is passing like this, right? Yes sir. So the length of this conductor and magnetic field are perpendicular to each other, right? Yes sir. We consider theta as the angle between B and L, so we can take theta is equal to 90 degree. Okay, Okay sir. മനസ്സിലായെങ്കിൽ Thank you. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. Yes sir. ഓക്കെ ഫൈൻ. അപ്പം നോക്കിയോ, നിങ്ങൾക്ക് നമ്മൾ ഓൺലൈനാണ് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഡയമെൻഷണൽ കൺസെപ്റ്റിലുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ലെഫ്റ്റ് ഭിത്തി നോർത്ത്, റൈറ്റ് ഭിത്തി സൗത്ത്, നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പേന എടുക്കുക, റൈറ്റ് കൈ കൊണ്ട് ഒരു പേന പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക അങ്ങനെ വെക്കുക എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ അങ്ങനെ വെച്ച് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താണ് 90 ഡിഗ്രി ആക്കിയിട്ട് അപ്പോൾ നമുക്ക് എഫ് എ ബി കിട്ടി. അതായത് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഈ എ ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് കിട്ടി. അത് എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടായിരിക്കും. നമ്മൾ ചരിച്ചു വരച്ചതേ ഉള്ളൂ, പെർപെൻഡിക്കുലർ. ടോപ്പ് വ്യൂ നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇങ്ങനെയാണ് ഇതിന്റെ ഇത് പോകുന്നത്, കണ്ടോ? ഇങ്ങനെയായിരിക്കും ഇത് പോകുന്നത്. ഇനിയും അതേപോലെ തന്നെ അടുത്തത് ഫോഴ്സ് ഓൺ, അടുത്ത മുകളിൽ എന്താ? ബി സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതായത് ഫോഴ്സ് ഓൺ സിമിലർ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം സിമിലർലി. ഇത് ഡെബ്രിയ തന്നെ പറഞ്ഞു. ഫോഴ്സ് ഓൺ ബി സി, എഫ് ബി സി, ഹൗ വി ക്യാൻ ടേക്ക് ദാറ്റ് പറഞ്ഞോ. നമുക്കറിയാം എന്താ, ബിൽ സൈൻ തീറ്റ തന്നെയാണ് ആണോ? Yes sir. ഓക്കെ, അപ്പം ഇവിടെ ബി എടുത്തു, ഐ എടുത്തു, എൽ എന്താ എടുക്കേണ്ടത്? ബി സിയുടെ ലെങ്ത് എന്താ കുഞ്ഞെ? ബി സിയുടെ ലെങ്ത് B. ഓക്കെ, അപ്പൊ നമ്മൾ ബി എന്ന് എടുക്കാം. കാരണം ബി സിയുടെ ലെങ്ത് അതിന്റെ ബ്രെഡ്ത്ത് ആണ്. അപ്പം ബി ഐ ബി എന്ന് എടുക്കാം. ബി ഐ ബി എന്തെന്ന് എടുക്കാം? സൈൻ. ഇനി നോക്കി, ഇവിടെ തീറ്റ ബി സൈൻ തീറ്റ എന്ന് എടുക്കാം. ഇവിടെ തീറ്റ എന്താ? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ക്യാപിറ്റൽ ബി ആൻഡ് സ്മോൾ ബി ആണോ? Yes sir. ഓക്കെ, അപ്പൊ ഇവിടെ ബ്രെഡ്ത്ത് എങ്ങനെയാണ് എടുക്കുന്നത്? യു കൺസിഡർ യുവർ പെൻ ലൈക്ക് ദിസ്. ഇങ്ങനെ നോക്കിയോ, എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. നമ്മളിപ്പം എ ബി ഇങ്ങനെ കൺസിഡർ ചെയ്തു, ബി സി ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, Yes sir. ഓക്കെ, ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ലൈക്ക് ദിസ്. ഇല്ലേ, ഇങ്ങനെ തന്നെ പോകുന്നത് ആണോ? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ലൈക്ക് ദിസ് ആണോ? ഡെബ്രിയോടാ Yes sir. മനസ്സിലായില്ല? നോക്കിയേ, അതായത് നമ്മൾ എ ബി വെച്ചു, എ ബി. ഇനി അടുത്ത എന്താ? ബി സി ഈ ഭാഗത്തല്ലേ ഇരിക്കുന്നത് ആണോ? ഓൺ ദ ടോപ്പ്. Yes sir. അപ്പൊ അത് ഞാൻ ഈ പേന ബി സി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ബി സിയുടെ ലെങ്ത് എങ്ങനെയാണ് എടുക്കുന്നത്? ബി തൊട്ട് സി വരെയുള്ള ലെങ്ത് ബി ആണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ലെങ്ത് എടുക്കുന്നത് ആണോ? Yes sir. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിൽ തന്നെ പോകുന്നത്? ബി സി പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെയല്ലേ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്? നോർത്ത് ഇൻ സൗത്ത്, യുവർ ലെഫ്റ്റ് വോൾ ടു റൈറ്റ് വോൾ. Yes sir. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡും
ബ്രെഡ്ത്തും എടുക്കുന്നത് സെയിം ഡയറക്ഷനിൽ തന്നെ അല്ലേ? Yes, sir. അങ്ങനെയാണ് തീറ്റ എന്താ വരുന്നത്? അതായത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നോക്കിയോ, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെ, ബി സിയുടെ ഡയറക്ഷൻ ലെങ്ത് എടുക്കുന്നത് ഇങ്ങനെ, രണ്ടും എന്താണ്, രണ്ടും ഒരു ഡയറക്ഷൻ ആണ്, രണ്ടും ഒരു ഡയറക്ഷൻ. അപ്പോൾ therefore തീറ്റ ഈസിക്കൽ എന്താ 0, സൈൻ 0 ഈസിക്കൽ എന്താ 0. അങ്ങനെയാണെങ്കിൽ എഫ് ബി സി ഈസിക്കൽ ടു എന്താ ബി ഐ ബി ഇൻറ്റു 0 വിച്ച് വിൽ ബി ഈക്വൽ ടു 0. ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിച്ചു, ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മൾ എഫ് എ ബി ബി സി ഇനി സി ഡി നോക്കുകയാണ്. എഫ് സി ഡി ഡെബ്രിയ തന്നെ പറഞ്ഞേ എന്തായിരിക്കും? ബി ഐ എൽ ബി എൽ സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ സൈൻ തീറ്റ എങ്ങനെയായിരിക്കും? തീറ്റ എങ്ങനെയായിരിക്കും? ഹിയർ തീറ്റ എങ്ങനെയായിരിക്കും? ഹിയർ തീറ്റ ഈസിക്കൽ എന്താ? ഹിയർ തീറ്റ ഈസിക്കൽ എന്താ? 90. 90 ഡിഗ്രി. കാരണം ഇവിടെ ലെങ്ത് ബിയിൽ നിന്നും സിയിലോട്ടാണ് പോകുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത്, നോർത്തിൽ നിന്നും സൗത്തിലോട്ട് ലെങ്ത് ഇത് ബി സി. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ് അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തീറ്റ 90 ഡിഗ്രി, സൈൻ 90 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ there exists some force on the arm of ABCD അല്ലെങ്കിൽ arm CD of ABCD. അപ്പം ബി ഐ എൽ സൈൻ 90 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപ്ലി എന്തെന്ന് എഴുതാം? എഫ് സി ഡി ഈസ് ഈക്വൽ ടു ബി ഐ എൽ എന്ന് എഴുതാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഒരെണ്ണം കൊണ്ടുണ്ടല്ലോ, ഫോഴ്സ് ഓൺ ഡി എ, അതായത് അല്ല എ ബി ബി സി സി ഡി ഡി എ. അപ്പം എഫ് ഡി എ എടുത്തു കഴിഞ്ഞാൽ ഡെബ്രിയ തന്നെ പറഞ്ഞു എന്താണ് ഇതിന്റെ ഇത് ബി ഐ ബി സൈൻ തീറ്റ ആണല്ലോ. Yes, sir. ഹിയർ തീറ്റ എത്രയാണ്? 0. നോ, 0 അല്ല. കാരണം നിങ്ങൾ ലെങ്ത് എടുക്കുന്നത് ഡിയിൽ നിന്ന് എയിലോട്ടാണ്. യു ആർ ടേക്കിംഗ് ലെങ്ത് ഫ്രം യുവർ റൈറ്റ് സൈഡ് ടു ലെഫ്റ്റ് സൈഡ്, റൈറ്റ് ആണോ? Yes, sir. ഡി എ എന്ന് പറയുമ്പോൾ എ ബി സി ഡി എ. അപ്പൊ ഡി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡിന്റെ അവിടെയും എ എന്ന് പറയുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ അവിടെയും ആണോ ഡെബ്രിയ? Yes, sir. ലെങ്ത് അപ്പം എടുക്കുമ്പോൾ ഡിയിൽ നിന്ന് എയിലോട്ടാണ് എടുക്കുന്നത്. അപ്പം ലെങ്തിന്റെ ഡയറക്ഷൻ ഇങ്ങനെ, പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇതാണ് ഡി, ഇതാണ് എ. ഇപ്പൊ ലെങ്ത് എടുക്കുന്നത് ഡിയിൽ നിന്ന് എയിലോട്ടാണ്, പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിന്റെ നോർത്ത് ഇത് സൗത്ത് ഇത്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. അപ്പൊ തീറ്റ ഇവിടെ എത്ര? 180 ആണ്. സൈൻ 180 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? Yes, sir. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി ഐ ബി ഇൻറ്റു 0, അങ്ങനെയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്തായി പോകും? എഫ് ഡി എ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് പോകും? എഫ് ഡി എ ഈസിക്കൽ ടു എന്താ? 0. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഇതിന് ഡയറക്ഷനും കൂടെ ഒന്ന് എഴുതണേ, ഞാൻ പറഞ്ഞുതരാം. സോറി എഫ് ബി സി ബി ഐ ബി സൈൻ തീറ്റ എഴുതിയില്ലേ? എഫ് ബി സിയോ എഫ് ബി സി ബി ഐ ബി സൈൻ തീറ്റ എഴുതി. സാർ പിന്നെ സൈൻ 0 ആണോ? സൈൻ 0 ആയോ ഇവിടെ വരുന്നത്? തീറ്റ 0 ആയോ ഇവിടെ? അതെന്താന്ന് സംശയമുണ്ടോ? അല്ല സാർ, അപ്പം സൈൻ സൈൻ 0 ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് 0 ആയിപ്പോ എഫ് ബി സി. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇച്ചിരി പാടുള്ള സാധനമാണ്. ക്ലിയർ ആണോ? അനീറ്റ ക്ലിയർ ആണോ? അനീറ്റ, ശ്വേത, ലോവിസ്, Yes, sir. നന്ദിത, അനുഗ്രഹ. Yes, sir. Clear. ഓക്കെ.
നോക്കൂ. അപ്പം നമ്മൾ ഇത്രയും എഴുതി. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിന്റെ ഡയറക്ഷനും കൂടെ ഒന്ന് കണ്ടുപിടിക്കാം. നോക്കൂ, ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെ മാത്രമേ ഉള്ളൂ, എ ബി എന്ന് പറയുന്ന സൈഡിലും അതേപോലെ തന്നെ സി ഡി എന്ന് പറയുന്ന സൈഡിലേ ഉള്ളൂ. ബി സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും 0 ആണ്, ഡി എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും 0 ആണ്. അതിനർത്ഥം ഈ രണ്ട് ഭാഗത്തും ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, ഈ രണ്ട് ഭാഗത്തും ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അതിന്റെ ഡയറക്ഷൻ കൂടെ നിങ്ങൾ എഴുതണേ. അതായത് എഫ് എ ബിയുടെ ഡയറക്ഷൻ അതിന്റെ സൈഡിലോട്ട് തന്നെ എഴുതിയാൽ മതി. എഫ് എ ബിയുടെ ഡയറക്ഷൻ അതിന്റെ സൈഡിലോട്ട് എഴുതിയാൽ മതി. ഡയറക്ഷൻ ഇട്ടിട്ട് ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഡയറക്ഷൻ ഇൻവേർഡ്സ് ആണ്, ഇൻവേർഡ്സ്. ശരിയല്ലേ? നിങ്ങൾ എഫ് എ ബിയുടെ ഡയറക്ഷൻ അതുവഴി അങ്ങോട്ടാണ്, ഇൻവേർഡ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇൻവേർഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഇങ്ങനെ ഇവിടുന്ന് അകത്തോട്ട്, കണ്ടോ? ഇത് ഇവിടുന്ന് പുറത്തോട്ട്, ഔട്ട്വേർഡ്. ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ കണ്ടോ, ഇങ്ങനെയും ഇങ്ങനെയുമാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇൻവേർഡ്സ് ഡയറക്ഷൻ ആണ് ഫോഴ്സിന്റെ, എഫ് എ ബിയുടെ ഡയറക്ഷൻ ആണ് ഡയറക്ഷൻ ഇൻവേർഡ്സ് ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം എങ്ങനെയാണ് അങ്ങനെ വന്നതെന്നുള്ളത്. നമ്മൾ ഓൾറെഡി നേരത്തെ കാണിച്ചു തന്നാണ്. അതേപോലെ തന്നെ ബി സി 0 ആണ്, സി ഡി എന്ന് പറയുന്നത് ഉണ്ട്, അതും നമുക്കൊന്ന് എഴുതാം. അതും ബ്രാക്കറ്റ് ഇട്ടിട്ട് ഡയറക്ഷൻ എഴുതിയിട്ട് എന്തെന്ന് എഴുതുക, ഡയറക്ഷൻ എഴുതുക ഔട്ട്വേർഡ് എന്ന് എഴുതുക. ഔട്ട്വേർഡ് ആ പ്ലെയിനിന്റെ ഔട്ട്വേർഡ് ബൈ എന്താ, ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോർക്ക് ആയിരുന്നു. എൽവിൻ ആ കാര്യം മനസ്സിലാവുന്നുണ്ടോ? എൽവിൻ എവിടെ ഉണ്ടോ? സർ F0 FTA 0 എന്ന് എഴുതിയില്ലേ? FDA 0 എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ടുള്ളൊന്ന് കാണിക്കാം. അപ്പത്തെ നെറ്റ് പോയായിരുന്നു. FDA 0 എന്ന് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്ഷൻ എഴുതിയത്, അതായത് എഫ് എ ബിയുടെ ഡയറക്ഷൻ കണ്ടോ, എഫ് എ ബി നമ്മൾ എഴുതിയില്ലേ BIL എന്ന്, അതിന്റെ സൈഡിലോട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഡയറക്ഷൻ ഇൻവേർഡ്സ് ആണെന്ന് എഴുതി ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ അങ്ങോട്ടേക്കല്ലേ. ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പം ഇവിടെ ആക്ട് ചെയ്യുന്ന ഇതാണ് എ ബി എങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്, കണ്ടോ? അപ്പം ഇത് ഇൻവേർഡ്സ് ആയിട്ടും ഈ സൈഡിൽ ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇത് ഇൻവേർഡും ഇത് ഔട്ട്വേർഡും, ഇത് ഇൻവേർഡ് ഔട്ട്വേർഡ്. ഓക്കെ ആണോ? അപ്പം എ ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇൻവേർഡ്സ് ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും സി ഡിയിൽ ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഔട്ട്വേർഡ് ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും. ഓക്കെ, എഴുതിയോ ഷാരോണേ? ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണെന്നറിയോ? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടോർക്കാണ്, ഇല്ലേ? അപ്പം ശരിക്കും നമുക്ക് പറയുകയാണെങ്കിൽ എഫ് എ ബി ആൻഡ് എഫ് സി ഡി ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലെ? ഈക്വലും ഓപ്പോസിറ്റും ആണ്. ഒന്ന് ഇൻവേർഡും ഒന്ന് ഔട്ട്വേർഡും ആണ്. ഈക്വൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, രണ്ടും BIL ആണ്, ഓപ്പോസിറ്റ് ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ബട്ട് ആർ നോട്ട് കൊളീനിയർ. കൊളീനിയർ ഉദ്ദേശിക്കുന്നത് ബ്രാക്കറ്റ് വേണം എഴുതിക്കോണം. നോട്ട് ആക്ടിങ് along the wire, along the line എന്ന് എഴുതിയാൽ മതി. along the line. അതായത് സിമ്പിൾ ആയിട്ട് പറയാൻ, നിങ്ങൾ വടം വലിക്കുമ്പോൾ രണ്ട് സൈഡിലും വലിക്കുന്നുണ്ട്. ഒരേ പവറുള്ള ആൾക്കാർ രണ്ട് സൈഡിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ വടം എങ്ങോട്ടും പോകത്തില്ല. ഇനിയും ഒരേ പവർ ഉള്ളതല്ലെങ്കിലും അത് ആരെങ്കിലും ഒരാൾ ജയിക്കും. അപ്പം അവിടെ നിങ്ങൾ കൊടുക്കുന്ന രണ്ട് സൈഡിലും ഉണ്ടാകുന്നത് കൊളീനിയർ ഫോഴ്സാണ്, ഒരു ലൈൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഫോഴ്സാണ്. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു ഫോഴ്സ് ഇങ്ങോട്ടും മറ്റേ ഫോഴ്സ് ഇത്രയും ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇങ്ങോട്ടുമാണ്. ഇവർ രണ്ടുപേരും ഈക്വൽ, വടം വലിക്കുന്ന പോലെ തന്നെ ഒരേ പവറുള്ള രണ്ടാൾക്കാർ വലിച്ചു കഴിഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നതെങ്കിലും, പക്ഷെ ഇത് ലീനിയർ അല്ല, കൊളീനിയർ അല്ല. കാരണം ഒരേ ലൈനിലല്ല ഉണ്ടാകുന്നത്. പരീക്ഷയ്ക്ക് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ കൊളീനിയറും നോട്ട് ലീനിയറും നോട്ട് കൊളീനിയറും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം ചേർത്തിട്ട് തരുന്നത്. നമ്മൾ പറഞ്ഞു, നമ്മൾ വടം വലിക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങോട്ടും ഒരാൾ അതേ ലൈനിൽ ഇങ്ങോട്ടുമാണ്. ഇത് കൊളീനിയർ ഫോഴ്സ് ആണ്. എന്നാൽ ഇപ്പം നമ്മുടെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഇങ്ങോട്ടും മറ്റേ ഫോഴ്സ് കുറച്ച് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുമാണ്. അത് നോട്ട് കൊളീനിയർ ആണ്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് എ ബി ആൻഡ് എഫ് സി ഡി ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബട്ട് ആർ നോട്ട് കൊളീനിയർ. ദാറ്റ് ഈസ് ദേ ആർ നോട്ട് ആക്ടിങ് along a line. Hence forms a couple.
ഫോംസ് എ കപ്പിൾ. കപ്പിൾ. ഈ കപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ടോർക്ക് തന്നെയാണ്. സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഇങ്ങനെ ഒരു ഒരു വടി ഇരിപ്പുണ്ട്, വടി. ഓക്കെ, ഈ വടിയെ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വടി എന്ത് ചെയ്യും? വടി രണ്ട് ഇങ്ങനെ കറങ്ങും. ആണോ ഷാരോണേ? ആണോ ഷാരോൺ? ഓക്കെ, ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്നത് ടോർക്ക് എന്നാണ് പറയുന്നത്, ടോർക്ക് എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ ഈ വടിയെ സെൻട്രലിൽ ഫിക്സ് ചെയ്യുകയാണ്. ഈ വടി ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. ഈ വടിയിൽ ടിപ്പ് ഫിക്സ് ചെയ്യാതെ ഞാൻ സെൻറ്റർ ഫിക്സ് ചെയ്തിട്ട് കറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്? രണ്ട് ഇങ്ങനെയായിരിക്കും ഈ വടി എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത്. ആണോ ഷാരോണേ? അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സും ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതും ടോർക്ക് തന്നെയാണ്, പക്ഷെ രണ്ട് സൈഡിൽ നിന്ന് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. കണ്ടോ, രണ്ട് ഫോഴ്സ്. കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ കവിതാക്കൾ, അങ്ങനെയൊക്കെ പറയാം ഇല്ലേ? അതേപോലെ ഇവിടെ രണ്ട് സൈഡിലും ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതിനെ നമ്മൾ എന്ന് പറയുന്നത് കപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇവിടെ സെൻട്രൽ ഫിക്സ് ചെയ്യുന്നതിന് ടോർക്ക്, ജനറലി ടോർക്ക് എന്ന് പറയും. കപ്പിളും ടോർക്ക് തന്നെയാണ്, പക്ഷേ ഇവിടെ റൊട്ടേഷണൽ മോഷനിൽ ഉണ്ടാകുന്ന എല്ലാ ഫോഴ്സിനെയും നമ്മൾ ടോർക്ക് എന്നാണ് പറയുന്നത്. പക്ഷേ രണ്ട് സൈഡിൽ കൂടെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ടോർക്ക് എന്ന് പറയുന്നത്, കപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കപ്പിളാണ് ശരിക്കും ഫോം ചെയ്യുന്നത്, കാരണം ഒരു സൈഡിൽ അങ്ങോട്ടും ഒരു സൈഡിൽ ഇങ്ങോട്ടുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, തെറ്റിപ്പോലെ. ഓക്കെ, ചിലപ്പോൾ കപ്പിൾ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം സെയിം സാധനം തന്നെ എഴുതിയാൽ മതി. ഇനി നമ്മുടെ ഡെറിവേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്തിനാണ്? ടോർക്കിൻ്റെ ആണ്. നമുക്കറിയാം ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സ്. അപ്പം ഇവിടെ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ്, BIL ആണ്. ഇൻറ്റു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നതാണ് FAB. ഇതാണ് നമ്മുടെ BC എന്ന് പറയുന്ന ആ ഒരു കണ്ടക്ടറിന്റെ ആ റെക്ടാങ്കുലർ ലൂപ്പിന്റെ മോൾ ഭാഗം. ബാക്കി ഇതന്നെ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നതാണ് FCD. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫോഴ്സിന്റെയും ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതല്ലേ? കാരണം ഈ ഫോഴ്സിന്റെയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കണ്ടോ, ഇതാണ്. അപ്പോൾ ആ ബ്രെഡ്ത്ത് ആണ് അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ബ്രെഡ്ത്ത് എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ? ബ്രെഡ്ത്ത് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയ ടോർക്ക് ഈസ് ഈക്വൽ ടു BIL ഇൻറ്റു ബി. L ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ഏരിയ ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ആണ്. ഓക്കെ, ഇനിയും നമ്മൾ പിന്നെയും പഠിച്ചായിരുന്നു I ഇൻറ്റു എ. കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. കറണ്ട് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ M ആണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു? ടോർക്ക് ഈസ് ഈക്വൽ എന്താ? BM എന്ന് കൊടുക്കുന്നു. അതിനൊന്ന് അറേഞ്ച് ചെയ്ത് ടോർക്ക് ഈസ് ഈക്വൽ ടു M ആദ്യം എഴുതുന്നു, വെക്ടർ ആണ് M, ഡയറക്ഷൻ ഉണ്ട്, സൗത്ത് നിന്ന് നോർത്തിലോട്ടാണ്. B രണ്ടാമത് എഴുതുന്നു, ബിയും വെക്ടർ ആണ്, നോർത്ത് നിന്ന് സൗത്തിലോട്ടാണ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ രണ്ട് വെക്ടർ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ക്രോസ് പ്രൊഡക്റ്റ് ആക്കി എഴുതാം. അതിനെ ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? MB sin θ എന്ന് എഴുതാം. ഇത് തന്നെയാണ് നമ്മൾ അവിടെ പഠിച്ച ടോർക്ക് ഈസ് ഈക്വൽ ടു PE sin θ എന്ന്. ഇവിടെ ടോർക്ക് ഈസ് ഈക്വൽ ടു Pക്ക് വരാം. അവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആയിരുന്നു P, ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ് M. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു E, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് B. അവിടെയും sin θ, ഇവിടെയും sin θ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും സെയിം തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് വീണ്ടും കൺഫേം ചെയ്യാം. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ കപ്പിള് കഴിഞ്ഞിട്ടുള്ളൂടെ പറയാവൂ? ആ ഓക്കെ, ആരായിരുന്നു ഇത്? ആരായിരുന്നു? കേട്ടില്ല. അനുഗ്രഹ. ഓക്കെ, അപ്പോൾ കപ്പിള് കഴിഞ്ഞു. കപ്പിള് നമുക്കിനി ടോർക്കാണ് കണ്ടുപിടിക്കുന്നത്. അതാണ് നമ്മുടെ ഡെറിവേഷൻ. ടോർക്ക് കണ്ടുപിടിക്കാൻ ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണോ? പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഓക്കെ, അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ FABയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും FCDയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും BIL തന്നെയാണ്. അപ്പൊ അത് BIL എന്ന് കൊടുത്തു ഇൻറ്റു ഈ ഫോഴ്സിന്റെ ഇടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. അതായത് ഇങ്ങോട്ടാണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്കാണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാ. അതെന്താണ്? ആ BC എന്ന് പറയുന്നതിന്റെ ബ്രെഡ്ത്ത് അല്ലേ? അല്ലെങ്കിൽ ആ റെക്ടാങ്കുലർ ലൂപ്പിന്റെ ബ്രെഡ്ത്ത് അല്ലേ? ആണോ? ടോപ്പ് വ്യൂ വെച്ച് നോക്കുവാണെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ? ബ്രെഡ്ത്ത് എന്ന് കൊടുത്തു B. L ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏരിയ ആണ്, ഏരിയ എന്ന് കൊടുത്തു. വീണ്ടും I ഇൻറ്റു എ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചാണ്. I ഇൻറ്റു എ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ M ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും ആയിട്ടൊക്കെ എടുത്ത് കൺഫ്യൂഷൻ ആവും സ്കൂളിൽ. അവിടെ നിങ്ങൾ എപ്പോഴും ക്യാപിറ്റൽ M എന്ന് തന്നെ പഠിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ I ഇൻറ്റു എ, M മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ നമുക്ക് ടോർക്ക് ഈസ് ഈക്വൽ ടു BM എന്ന് കിട്ടി. M ഒരു വെക്ടറാണ്, B ഒരു വെക്ടറാണ്. അതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു? വെക്ടർ ആയതുകൊണ്ട് തന്നെ M ക്രോസ് B എന്ന് എഴുതി. ആ ക്രോസ് പ്രോഡക്റ്റ് മാറ്റിയിട്ട് sin θ വെച്ചിട്ട് MB sin θ എന്ന് എഴുതി.
ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. നമുക്ക് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിനെ പറ്റി അല്ലെങ്കിൽ ടോർക്ക് ആക്ടിംഗ് ഓൺ എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി നമ്മൾ പഠിച്ചാണ്. അത് തന്നെ നേരെ ഇവിടെ വന്നു. ഇതും എന്താണ്? ടോർക്ക് ആക്ടിംഗ് ഓൺ എ മാഗ്നറ്റിക് ഡൈപോൾ. ശരിക്കും പറഞ്ഞാൽ ഈ റെക്ടാങ്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പ് എന്താണെന്ന് അറിയാമോ? ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ബിഹേവ് ചെയ്യും. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഒരു സർക്കുലർ കറണ്ട് ക്യാരിങ് കോയിൽ ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ബിഹേവ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചാണ്. ഇതിനകത്തൂടെ ക്ലോക്ക് വൈസിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ഈ സൈഡ് സൗത്ത് പോൾ ആവും, അപ്പുറത്തെ സൈഡ് നോർത്ത് പോൾ ആവും. അപ്പൊ തന്നെ അതൊരു ഡൈപോൾ ആയിട്ട് മാറിയില്ലേ? ഇനി ഈ സൈഡിൽ കൂടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കറണ്ട് പോകുന്നതെങ്കിൽ ഈ സൈഡ് നോർത്ത് പോൾ ആവും, അപ്പുറത്തെ സൈഡ് സൗത്ത് പോൾ. അപ്പൊ തന്നെ എന്തായി? അത് മാഗ്നറ്റ്. അപ്പം ലൂപ്പും അതുപോലെ തന്നെ, റെക്ടാങ്കുലർ ലൂപ്പും അതുപോലെ തന്നെ. റെക്ടാങ്കുലർ ലൂപ്പിൽ കൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കടത്തി വിടുന്നതെങ്കിൽ ഈ സൈഡ് സൗത്ത് ആവും, അപ്പുറത്തെ സൈഡ് നോർത്ത് ആവും. അപ്പം ദിസ് ഓൾസോ ആക്ട് ആസ് എ ഡൈപോൾ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് അവിടെ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു പി സൈൻ തീറ്റ വന്നതിന്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ എന്ന് വന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വായിച്ചിട്ട് ചോദിച്ചോ. ഡൗട്ടില്ല സർ. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചാൽ ഞാൻ ഇന്ന് ഇത്രയുമേ പഠിപ്പിക്കുന്നുള്ളൂ. കാരണം അടുത്തൊരു ഡെറിവേഷൻ ഒരു വേറൊരു രീതി, അതായത് ഇത് തന്നെ നമ്മളിപ്പം ഏത് കേസാണ് എടുത്തത്? നമ്മൾ കേസ് എടുത്ത ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നു, അതിന്റെ പ്ലെയിനിൽ തന്നെയാണ് നമ്മളിപ്പോൾ എന്ത് വെച്ചിരിക്കുന്നത്? അതായത് ഈ റെക്ടാങ്കുലർ ലൂപ്പ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കേസ് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഇതിന്റെ ഏരിയ വെക്കുന്ന ഡയറക്ഷൻ ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന കേസ് എന്താണെന്നറിയോ? ഇതിനെ നമ്മൾ അതുകൊണ്ട് ഒന്ന് സ്ലൈറ്റ് ആയിട്ടൊന്ന് ചരിച്ചു വെക്കുക. അതായത് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനോട് സ്റ്റാച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു അവസ്ഥ അവനെ വെക്കുക. അതായത് ഇവനെ കറക്കാൻ പോവാണ് ഞാൻ, കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റാച്ചു എന്ന് പറഞ്ഞു, സ്റ്റാച്ചു പറഞ്ഞപ്പോൾ അതിൻ്റെ ഇവൻ ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ നോക്കി, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ തന്നെ പോകുന്നത്, ഈ ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഏരിയ വെക്ടർ ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിലെ ടോർക്ക് കൂടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു 3 ഡയമെൻഷണൽ കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറഞ്ഞുതരാം. ഇനി 2 ക്ലാസ് കൂടെ മതി ചാപ്റ്റർ തീരാനായിട്ട്. കാരണം നമുക്ക് 2 അല്ലെങ്കിൽ 3 ക്ലാസ് ഉണ്ട്. ഇത് ഏറ്റവും വലിയ ചാപ്റ്ററാണ്. ഇത്രയും ടൈം ഒരു ചാപ്റ്ററിനും എടുക്കത്തില്ല. വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തീർത്തു പോകുന്നതേ ഉള്ളൂ. ഇത് ഏറ്റവും വലിയ ചാപ്റ്ററാണ്. നിങ്ങളുടെ റേ ഓപ്റ്റിക്സിനെക്കാളും വലിയ ചാപ്റ്ററാണിത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ആ ഡൗട്ട് ഒന്ന് നോക്കിയാലേ, എല്ലാം ഒന്ന് വായിച്ചു നോക്കി, മൊത്തം ഒന്ന് വായിച്ചു നോക്കിയിട്ട് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു.